നമസ്കാരം കേസ് വീണ്ടും ഒരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കവും ദുരന്തവും ഒക്കെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു. തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് ബോട്ടും ഒക്കെയായിട്ട് കൊല്ലം, ആലപ്പുഴ ഏരിയയിലുള്ള ആൾക്കാർ നാട്ടിലേക്ക് വന്നു. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ജനങ്ങളെ രക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവർ ഏറ്റെടുത്ത് ചെയ്തു. അങ്ങനെ നാട് ഒന്നിച്ച് നിന്നാണെന്ന് ആ ഒരു പ്രളയത്തെ നമ്മൾ അതിജീവിച്ച് 2018. അതും ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു ഓഗസ്റ്റ് മാസമാണ് സംഭവിച്ചത്. ഇതും അപ്രതീക്ഷിതമായിട്ടുണ്ടായൊരു വെള്ളപ്പൊക്കമാണ്. ഫ്ലഡ് വരുമെന്നുള്ളത് ദുരന്ത നിവാരണ സേനകളിൽ നിന്ന് നമുക്ക് മെസ്സേജ് എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഫ്ലഡ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ 2018 വലിയ ഒരു വെള്ളപ്പൊക്കമാണ് ഈ വർഷം ഉണ്ടായത്. പക്ഷേ അത് ആദ്യത്തെ ഒരു പാഠം ഉണ്ടായിരുന്നത് കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ മെസ്സേജ് SMS ഒക്കെ പോയിട്ടുള്ളത് കൊണ്ടും കുറേ കൂടെ ജനങ്ങൾ കരുതിയിരുന്നതുകൊണ്ട് ആളപായങ്ങളൊന്നും വെള്ളപ്പൊക്കത്തിൽ അധികമായിട്ട് ഉണ്ടായിട്ടില്ല. കുറച്ച് വീടുകൾ നശിച്ചിട്ടുണ്ട്, 1-2 സ്ഥലത്ത് ഉരുൾ പൊട്ടി, കുറച്ച് പേര് മരിച്ചു. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യുന്നതും തരംഗമായിരിക്കുന്നതും ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഒരു PR വർക്ക് പോലെയാണ്. പിണറായി ആയിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് ചെയ്തേനം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണല്ലോ, ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്കാണൊക്കെ. ഇദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആണല്ലോ VD സതീശൻ എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഒരിക്കലും ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇഴകിച്ചേരുന്ന ആളല്ലായിരുന്നു. അയാൾ സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയും അദ്ദേഹം ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു, എന്ത് മറ്റുള്ളവരെ കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കുന്ന കാര്യം, അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പത്രക്കാരെയൊക്കെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം. കുറച്ചുകൂടെ ആളുകളോട്ട് മിങ്കിൾ ചെയ്യുന്ന ആളായതുകൊണ്ട് അയാളുടെ കുറേ പേഴ്സണൽ കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് എത്ര മന്ത്രിമാർ ഭക്ഷണം കഴിക്കാറുണ്ട്? ഇവരെല്ലാം സുഖമായിട്ട് ഇരുന്ന് ഇവരെ കാര്യങ്ങൾ നടത്തി. അണിയറ പ്രവർത്തകർ, മറ്റുള്ള പ്രവർത്തകരെ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവർ അന്ന് അവിടെ പ്രവർത്തിച്ചത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ജനങ്ങളാണ് രംഗത്തിറങ്ങി ചെയ്തത്, അല്ലാതെ LDFൻ്റെ അനുഭാവികളോ സഹാക്കന്മാരോ മാത്രമൊന്നുമല്ല. ഇന്ന് ഉച്ചഭക്ഷണം ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട്. അത് സഹാക്കൾ മാത്രമല്ല കൊടുക്കുന്നത്, വിവിധ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ആദ്യം അവിടെ വന്ന ജനങ്ങളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ജനങ്ങൾ ഫുഡ് കൊടുക്കലും മറ്റു കാര്യങ്ങളെല്ലാം തുടങ്ങിയത് ജനങ്ങളാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അത് പാർട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടി സഹാക്കൾ ചെയ്തിട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതുവരെ ഫുഡ് കൊടുത്തിരുന്ന ആൾക്കാരെ മാറ്റി നിർത്തി. നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ അധികാരമില്ല, സർക്കാരാണത് നടത്തേണ്ടത്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? പിണറായി വിജയൻ സർക്കാർ അവരെ മാറ്റി നിർത്തിയിട്ട് സർക്കാർ അതിലേക്ക് കോടിക്കണക്കിന് രൂപ ഫുഡ് എക്സ്പെൻസ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അതിൻ്റെ പേരിൽ എഴുതി തള്ളിയവർ. ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കോൺഗ്രസ്സിൽ ഇപ്പം നിലവിലുള്ള മന്ത്രിമാരെന്ന് പറയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള മന്ത്രിമാരാണ്, അത്യാവശ്യം കാര്യപ്രാപ്തിയുള്ളവരാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴച്ച് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇറക്കുന്നത് ദയവായി ഇത് നിർത്തുക. നമ്മളിവിടെ ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ് ഹെലികോപ്റ്ററോട് വാടക എടുത്തിട്ടിരിക്കുന്നത്. എത്ര രൂപയാണ് വാടക? 50 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപയോളം മാസം വാടക കൊടുക്കുകയാണ്. അത്രയും പൈസ ഇവർ ഒരുമിച്ചാണ് 50 കോടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 75 കോടിയെ കൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഹെലികോപ്റ്റർ എടുക്കുക. അതിന് പുതിയ ഹെലികോപ്റ്റർ 100 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടും നല്ലത്. വേണ്ട, ഒരു 50 കോടി 60 കോടി രൂപയ്ക്ക് ഇടയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ആണ് ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കേരള സംസ്ഥാനത്തിൻ്റെ സ്വന്തമായ ഒരു വാഹനമാകുമായിരുന്നല്ലോ. ഇപ്പം തന്നെ 50 കോടി രൂപയോളം ഇവർ വാടക ഇനത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. ജനങ്ങളുടെ കാശ് ദൂർത്തടിച്ചു. ഇപ്പം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിൽ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതും പൊക്കി പിടിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ല ഈ രാഷ്ട്രീയം പറഞ്ഞ് കളിക്കേണ്ടത്. ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത്, ഇന്നലെ വീണ ജോർജ് ഒരു ക്യാമ്പിൽ ചെന്നു. അപ്രതീക്ഷിതമായിട്ട് അവിടെ കറണ്ട് ഇല്ലാത്ത സമയത്താണ് അവരോട് ചെല്ലുന്നത്. വെട്ടമില്ല വെളിച്ചമില്ലെന്ന് പറഞ്ഞ് അത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. നിസ്സാരമായ കാര്യം. ഇവരെന്തിനാണ് ഈ സർക്കാരിനെ പേടിക്കുന്നത്? UDF സർക്കാർ വന്നിട്ട് 3-4 മാസമായിട്ടുള്ളൂ. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തിനാണ് VD സതീശനെയോ അല്ലെങ്കിൽ ഈ UDF സർക്കാരിനെ LDF പേടിക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? ഇത്രയ്ക്ക് ഒരു ന്യായമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം വില കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പോക്കെന്ന് പറയുന്നത്. കാരണം
ഒരു പ്രായോഗിക ബുദ്ധി നിന്നുകൊണ്ട് ഒരു ന്യായമായ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ അത്യാവശ്യം ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇത് കുറച്ച് ആൾക്കാർ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും തെറി വിളിക്കാനും തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, കമൻറ്റുകൾ ഇടുകയാണ്, ഓരോ പോസ്റ്റ് ഇടുന്നു, ചുമ്മാ അതും ഇതും പോസ്റ്റുകൾ ഇടുന്നു. അതിൻ്റെ കുറേ കൂടുതൽ ന്യായീകരിച്ചാൽ തെറിയാണ് കമൻറ്റ് വരുന്നത്. ഞാനിപ്പോൾ മനഃപൂർവ്വം ചൊറിയാൻ തന്നെ കുറച്ച് കമൻറ്റ് ഞാൻ ഒരു പോസ്റ്റിൻ്റെ ഇടയിലേക്ക് ഇട്ടു. കാരണം ഇവർ തോറ്റവരാണ്, ജനങ്ങൾ ഇവരെ തള്ളിക്കളഞ്ഞു, പിന്നെ എന്തിനാ ഇവർ കിടന്ന് ആവേശം കാണിക്കുന്നത്? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരുണ്ട്. അവരോട് കൂടി നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ എന്തിനാണ് സർക്കാരിനെ ചൊറിഞ്ഞ് അവർക്കെതിരെ ആവശ്യമില്ലാത്ത അധിക്ഷേപങ്ങൾ കിട്ടുന്നത്? ഇതിപ്പം അതാണ് അതിൻ്റെ ആവശ്യം. അത് ചെയ്യേണ്ട സമയം ഇപ്പോഴാണോ? പ്രളയവും ജനങ്ങൾ ബുദ്ധിമുട്ടിയും ഭീതിയിലും ഇരിക്കുന്ന സമയത്താണോ ഈ രാഷ്ട്രീയം, നെറികെട്ട രാഷ്ട്രീയം കളിക്കേണ്ട സമയം? ഇപ്പം രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ? ഒരു ക്യാമ്പിൽ വെട്ടമില്ലെങ്കിൽ ആ വെട്ടം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുകയായിരുന്നു അവർ ചെയ്യേണ്ടത്. അല്ല, അവരവിടെ ചെന്നൊരു എമർജൻസിലാകുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു ജനറേറ്റർ എടുത്തുകൊണ്ട് വെച്ചിട്ട് അതൊരു വീഡിയോ എടുത്ത് കാണിക്കായിരുന്നെങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു. അവരുടെ പോരായ്മ എടുത്ത് കാണിക്കാതെ, അതൊരു രാഷ്ട്രീയ മുതലായിട്ട് എടുത്ത് കാണിക്കാതെ, ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് പരസ്പരം കുത്തുന്ന രീതിയിലാക്കാതെ കണ്ട് അവരതൊരു നല്ല പ്രവൃത്തി കാണിച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു അന്തസ്സായിരുന്നു. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫീൽ വന്നേനെ. അല്ലാതെ അവിടെ ചെല്ലുന്നു, പിള്ളേരെ എടുക്കുന്നു, വീണ ജോർജ് ചെല്ലുമ്പോൾ അവിടെ കറണ്ടില്ല, പണ്ടവർ അവരെ കപ്പിത്താനാണ്, അവർക്കൊരു കപ്പലുണ്ട്, കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വീണ ജോർജ് അല്ലേ. ഇതാണ്ട് ഇവിടെ ഇപ്പോൾ UDF ഒരു കപ്പലും കപ്പിത്താനും ഒക്കെ ഉണ്ട്. അവർ ഭരിക്കട്ടെ, അവർ കാര്യങ്ങൾ നോക്കട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. കുറ്റപ്പെടുത്തൽ കൊണ്ട് ഒരു കാര്യമില്ല, കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ഇത്. ഇപ്പം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യേണ്ടത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ അന്ന് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സകല ആൾക്കാരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്തതാണ് അത്രയും കോടിക്കണക്കിന് രൂപയോടെ വന്നത്. അതുപോലെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കളത്തിലിറങ്ങി. അല്ലാതെ LDF സർക്കാരിൻ്റെ മാത്രം വിജയമല്ല, അവരുടെ മാത്രം ഇച്ഛാശക്തിയല്ല, ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ജനങ്ങളാണ് രംഗത്തിറങ്ങി കാര്യങ്ങൾ ചെയ്തത്. ഈ പ്രളയം വന്നപ്പോഴും ജനങ്ങളാണ് രംഗത്തിറങ്ങിയത്, ജനങ്ങളാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതുകൊണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് കളിക്കേണ്ടത് ഒരു സാഹചര്യമല്ല ഇത്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വരുന്ന ദുരിതത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുക, പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക. നമ്മൾ അന്യോന്യം കുത്തിക്കീറേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കിട്ട് രാഷ്ട്രീയം പറഞ്ഞ് കുത്തേണ്ട ഒരു അവസരമല്ല ഇത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാൻ പറ്റുന്ന വീഡിയോ അതുവരേക്കും ബൈ ബൈ.